അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാരിനുള്ള മാർക്കായി, സർക്കാരിനെതിരെയുള്ള സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലായിട്ട് കാണും. ഒരു കാര്യം കൂടെ, ഈ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും ന്യൂനപക്ഷമാണ് ഇവിടുത്തെ വർഗീയ ശക്തികൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർഗീയ ശക്തികൾ ന്യൂനപക്ഷമാണ്. പ്രത്യേകിച്ചും പാലക്കാടുമായുള്ള വ്യത്യാസം, പാലക്കാട് BJP 2ാം സ്ഥാനത്തായിരുന്നു. BJP മാത്രമേ ഉള്ളൂ വർഗീയ ശക്തി? അല്ല, പറയട്ടെ, ആ സാഹചര്യത്തിൽ എന്ത് വേണം? ഇസ്ലാമിക മതന്യൂനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെല്ലാം BJP ഇതാ ജയിക്കാൻ പോകുന്നു, ജയിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നൊരു കാലമായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? BJP ഒരാളെ ചാക്കിലാക്കി, ഇപ്പൊ ഇവിടെ പേര് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ പേര് പറയാത്ത ഒരാളെ ചാക്കിലാക്കി കുറെ BJPയുടെ വോട്ടും മറ്റ് ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ വോട്ടും കൂടെ സമാഹരിച്ചുകൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചത്. നിലമ്പൂരിലെ പേടി ആർക്കും വേണ്ട. ഇവിടുത്തെ സെക്കുലർ വോട്ട് ആർക്കായിരിക്കും? ഒരു വർഗീയ ശക്തിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ സെക്കുലർ വോട്ട് ഞങ്ങൾക്ക് വേണം. മതവിശ്വാസികളുടെ വോട്ട് വേണം, മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട. ഇതാണ് നിലപാട്. ഈ നിലപാടെടുക്കാൻ തന്റെ ഇടവും മാർജ്ജവും കോൺഗ്രസിനുണ്ടോ? നിലമ്പൂർ മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട ഞങ്ങൾ പറയുന്നു. അല്ല, അതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അല്ല, ശ്രീ അനിൽകുമാർ മിനിയാന്ന് TM സിദ്ദിഖ്, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പ്രസംഗിച്ചത് നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണം. കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ BJP എന്നോ SDPI എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ, എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രസംഗത്തിലെ ആലങ്കാരികമായ നാക്കുപിഴയല്ല ഒരു രാഷ്ട്രീയ നിലപാട്. നാക്കുപിഴയായിരുന്നു. വർഗീയവാദി പറയാ ഒരു വർഗീയവാദി ഒരു കാരണവശാലും മാനവികതയുള്ള ആളല്ല, അത് മനുഷ്യനുമല്ല. ഗുജറാത്തില് നമ്മൾ കണ്ടില്ലേ വർഗീയ കലാപം? നിങ്ങൾ ബാബു ബജറംഗിയെ മനുഷ്യനായിട്ടാ കാണുന്നത്? നിങ്ങൾ മുന്നേ മനുഷ്യനായിട്ടാ കാണുന്നത്? അതിനേക്കാൾ കെട്ട വർഗീയതയായിട്ട് നടക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. ഒരാളും മതരാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ട, ഇതാ ഞങ്ങളുടെ നിലപാട്. അത് കോൺഗ്രസ് എടുക്കുമെങ്കിൽ എന്ന് പറഞ്ഞു കേൾക്കട്ടെ, നമുക്ക് നോക്കാം. കോൺഗ്രസ് പറയുകയാണ് മതരാഷ്ട്രീയത്തിന്റെ വോട്ട് വേണ്ട. ഞങ്ങൾ മതരാഷ്ട്രീയത്തിനെതിരാണ്, മതവിശ്വാസികൾക്കൊപ്പമാണ്, മതരാഷ്ട്രീയത്തിനെതിരാണ്. ഇതാണ് നിലപാട്. ശരി, ഓക്കെ, നമുക്ക് അത് എലോബറേറ്റ് ചെയ്യാം. ഇപ്പോൾ